വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം വളരെ പവിത്രമായിട്ട് കരുതുന്ന ഹജ്ജ് തീർത്ഥാടനം പോലെ ഹിന്ദുക്കൾ വളരെ പവിത്രമായിട്ട് കരുതുന്നതാണ് ശബരിമല തീർത്ഥാടനം. ഈ ശബരിമല തീർത്ഥാടനത്തിന് വരുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുണ്ട്. ഈ വിശ്വാസികളെല്ലാം ഒരു മുസ്ലിം പള്ളിയിൽ വന്ന് അവിടെ വന്ന് കുറച്ചു നേരം ഇരിക്കുകയും അവിടെ കാണിക്ക സമർപ്പിക്കുകയും ചെയ്തിട്ടാണ് അവർ നേരെ ശബരിമല കയറുന്നത്. എന്തിനായിരിക്കും അവർ ഈ വാവര് പള്ളിയിൽ എന്ന എരുമേലിയിലുള്ള ഈ മുസ്ലിം പള്ളിയിൽ വരുന്നത്? എന്താണ് ശബരിമലയിലേക്ക് പോകുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് ഈ പള്ളിയിൽ എന്താണ് കാര്യം? അയ്യപ്പനും വാവരും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? ഈ ഒരു പുതിയ സമയത്ത് ഒരു വിഭാഗം ഹിന്ദു, അതായത് VHP തന്നെ പറയാം, വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത് ഈ വാവരും അയ്യപ്പനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒരു നിലക്കും ആരും വാവര് പള്ളിയിൽ പോകരുത്. ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാവര് പള്ളിയിലേക്ക് ഹിന്ദു മതവിശ്വാസികൾ വരേണ്ട സാഹചര്യം പോലുമില്ല. എന്തിനാണ് അവിടെ കാശ് കൊടുക്കണം? എന്തിനാണ് അവിടെ വരേണ്ട ഒരു സാഹചര്യവും ഇല്ല എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഈ അടുത്തടക്ക് പറഞ്ഞത്. ഇവർ ദേവപ്രശ്നം നോക്കിയിട്ട് അടക്കം പറഞ്ഞത്രേ ശബരിമലയിലെ അയ്യപ്പനും വാവരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത്. പക്ഷേ വർഷങ്ങളായിട്ട് അവിടെ വരുന്ന തീർത്ഥാടകരിൽ നല്ലൊരു പങ്കും ഈ വാവര് പള്ളിയിൽ വന്നിട്ടല്ലാതെ അവിടെ വരുന്ന വിശ്വാസികൾ മല കയറില്ല. മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗം ചിന്തിക്കുന്നത്, എന്തിനാണ് ഇപ്പോൾ ഈ ശബരിമലയിലേക്ക് വരുന്ന ആളുകൾ ഞങ്ങളുടെ മതവിശ്വാസമുള്ള പള്ളിയിൽ വന്നിട്ട് അവിടെ കുറച്ചു നേരം ഇരിക്കുന്നതും അവിടെ വന്നിട്ട് ഈ ഒരു പണം നിക്ഷേപിക്കുന്നതൊക്കെ എന്തിനാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ വല്ല അമ്പലത്തിൽ കൊടുത്തൂടെ എന്നുള്ളത്. ഞാൻ എന്നതിൻ്റെ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വാവരെന്ന് പറയുന്നത് ഈ ഒരു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു സൂഫി ഗുരുവായിരുന്നത്രേ. അദ്ദേഹം തമിഴ്നാട്ടിലെ ഭാഗത്തു നിന്നാണ് എരുമേലി ഭാഗത്തേക്ക് വരുന്നത്. ഫാത്തിമ എന്നായിരുന്നു അവരുടെ ഉമ്മയുടെ പേര്. അപ്പോൾ അവരുടെ കാലത്ത് അവരാദ്യം ഈ അയ്യപ്പനുമായിട്ട് ചെറിയൊരു യുദ്ധം, ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും പിന്നീട് അയ്യപ്പൻ്റെ വളരെ നല്ല സുഹൃത്തായിട്ട് മാറുകയും ശബരിമലയിലെ അയ്യപ്പനെ കാണാൻ പോകുന്നവർക്കുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് വാവരെന്ന ഈ ഒരു സൂഫിയായൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ശബരിമലയിലെ അയ്യപ്പൻ പറഞ്ഞു, എന്നെ കാണാൻ വരുന്നവർ ആദ്യം വരേണ്ടത് വാവരുടെ അടുത്താണ്. എരുമേലി പള്ളിയിൽ ഈ ഒരു അവിടുത്തെ സൂഫി ഗുരുവായിരുന്ന ഈ ഒരു വാവരുടെ മഖ്ബറയൊന്നും അവിടെ ഇല്ല. ഇന്നൊരു ഹനഫി മദ്ഹബിൻ്റെ കീഴിലുള്ള ഒരു പള്ളിയാണ്. നല്ല മാർബിളൊക്കെ പതിച്ച അതിസുന്ദരമായ വൈറ്റ് പെയിൻ്റ് അടിച്ച ഈ ഒരു പള്ളി. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു പള്ളി കണ്ട ആളുകളുണ്ടോ? ആ പള്ളി നേരിൽ കണ്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അവിടെയൊക്കെ പേട്ട തുള്ളൽ എന്ന് പറഞ്ഞിട്ട് ശബരിമല സീസണിൽ അവിടെ ശബരിമല തീർത്ഥാടകരൊക്കെ നല്ല ഉത്സവാന്തരീക്ഷത്തിലാണ്. അത് അവിടുത്തെ പള്ളി കമ്മിറ്റിയും ആളുകളും നാട്ടുകാരൊക്കെ സഹകരിച്ചിട്ടാണ് നടക്കുന്നത്. ഒരു പക്ഷേ ലോകത്തെവിടെയും ഇല്ലാത്ത വളരെ സുന്ദരമായൊരു കാഴ്ച ഒരു വിഭാഗം ഹിന്ദു തീർത്ഥാടകർ ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾ മുസ്ലിം പള്ളിയിൽ കയറുന്നു, അവിടെ വിശ്രമിക്കുന്നു, അവിടെ കാണിക്ക സമർപ്പിക്കുന്നു. അവർക്ക് പേട്ട തുള്ളാനുള്ള സൗകര്യങ്ങൾ, അവരുടെ വിശ്വാസപ്രകാരമുള്ള തുള്ളലിനുള്ള സൗകര്യങ്ങൾ ഒരു പള്ളി കമ്മിറ്റി ചെയ്തു കൊടുക്കുന്നു. ഒരു പക്ഷേ ഇത്രയും ഒരു മതേതര രാജ്യത്ത് ഇത്രയും മതസൗഹാർദ്ദമുള്ളൊരു കാഴ്ച, അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം ഒട്ടും ഇഷ്ടപ്പെടാത്ത VHP ഇത് നിർത്തലാക്കാൻ പോവാണ്. അവർ ദേവസ്വം ബോർഡിനോട് പറയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് വിളിച്ചു പറയുന്നില്ല? ഈ വാവരും അയ്യപ്പനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതിനവർ ഭൂതഗണങ്ങളിൽ ഒന്ന് മാത്രമാണ് വാവർ, അതൊരു മുസ്ലിം അല്ല എന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഉള്ള പ്രചരണം. അയ്യപ്പനുമായിട്ട് ആനപ്പുറത്തേറി വന്ന അയ്യപ്പനും കുതിരപ്പുറത്തേറി വന്ന വാവരുടെയും ഒരു കഥയുണ്ട്. ഈ വാവരോട് പറഞ്ഞു കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. വാവർ പറഞ്ഞു, നീ ആദ്യം ആനപ്പുറത്ത് നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ യുദ്ധമായിട്ട് രണ്ടുപേരും തോൽക്കുന്നില്ല. കുതിരയുടെ കാലും വെട്ടി, ആനയുടെ കാലും വെട്ടി, രണ്ടുപേരും ഘോര യുദ്ധം. ഒടുവിൽ രണ്ടും തുല്യ ശക്തിയാണ് തിരിച്ചറിഞ്ഞപ്പോൾ പരസ്പരം സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ചത്രേ. എന്നിട്ട് പിന്നീട് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രയാസങ്ങളിലൊക്കെ അയ്യപ്പന് കൂട്ടുണ്ടായിരുന്നത് വാവരായതുകൊണ്ട് തന്നെ വാവരെ കാണാതെ ഒരു ശബരിമല തീർത്ഥാടകൻക്ക് അയ്യപ്പൻ്റെ ദർശനം സാധ്യമാവില്ല എന്നാണ് വിശ്വാസം. പക്ഷേ ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രചരിപ്പിക്കുന്ന ദേവപ്രശ്നത്തിൽ ഞങ്ങൾ കണ്ടത് ഈ അയ്യപ്പനും വാവരും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. ഈ ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെ ഉണ്ടാക്കണതാട്ടോ. ദേവൻ്റെ ഹിതം എന്താണ്, അല്ലെങ്കിൽ ഹിതകരമല്ലാത്തത് എന്താണ് നമ്മൾ തന്നെ കണ്ടതിൽ നമ്മൾ തന്നെ പറയാൻ. അപ്പം ഇത്രയും നൂറ്റാണ്ടുകളോളം അയ്യപ്പൻക്ക് വാവര് ഹിതമായിരുന്നതും ഇപ്പം അങ്ങോട്ട് ഹിതമല്ല എന്നുള്ള കണ്ടുപിടുത്തമൊക്കെ അതൊരു വേറെ ഒരു ലാക്കോട് കൂടിയുള്ള ഒരു കാഴ്ചയാണ്. അതിൽ നമ്മൾ ഒരിക്കലും അതിൽ വീഴരുത്. അയ്യപ്പൻ ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറാണ്. അതായത് പന്തളത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, രാജശേഖരൻ അങ്ങനെ എന്നാണ് പേര്. ഈ രാജാവിനെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ആ പന്തളം ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ തേനി, തെങ്കാശി, തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടുത്തെ രാജാവിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അയാൾക്ക് ഇവിടെ ഒരു അധികാരം കിട്ടിയിട്ടാണ് പന്തളത്തൊരു രാജകുടുംബം വരുന്നത്. അപ്പോൾ ആ രാജാവ് നന്നായിട്ട് രാജ്യം ഭരിക്കുന്ന ഒരു സമയത്ത്, ഇതിൽ നിങ്ങൾ എത്ര പേര് കഥ കേട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടോരുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്തോളൂ. അവിടുത്തെ രാജാവിന് കുട്ടികളുണ്ടായിരുന്നില്ല.
തൻ്റെ രാജ്യഭരണം തനിക്കു ശേഷം തൻ്റെ കുടുംബത്തിലെ മറ്റുള്ളവർക്ക് പോകുമോ എന്ന് അദ്ദേഹം ഭയന്നിരുന്നു. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് രാജാവും രാജ്ഞിയും ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാട്ടിൽ അലയുന്നൊക്കെ ഒരു സമയത്ത് കാട്ടിനുള്ളിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞിനെ അവർക്ക് കിട്ടി. ആരോ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞ്. ആ കുഞ്ഞിന് ആ സമയത്ത് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ കണ്ടത്തിൽ ഒരു ആഭരണം, ഒരു മാല ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുഞ്ഞിനവർ മണികണ്ഠൻ, അതായത് കഴുത്തിൽ മാല കെട്ടിയതാണ്, മണികണ്ഠൻ എന്നുള്ളൊരു പേരൊക്കെ വിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കുട്ടിയെ വളർത്തി എല്ലാ രാജകീയ സൗകര്യത്തോടു കൂടിയിട്ട് എല്ലാ ആയോധനാഭ്യാസങ്ങളും ഒക്കെ പഠിപ്പിച്ച് വളർത്തിയപ്പോൾ ഈ രാജാവിന് കുട്ടികളില്ലാത്തത് കൊണ്ട് ഇനി അടുത്ത ഭരണാധികാരിയാവാൻ തൻ്റെ കുട്ടിയാകുമെന്ന് കരുതിയിരുന്ന അവിടുത്തെ ഏറ്റവും അടുത്തൊരു ബന്ധുവിന് ഏറ്റവും പ്രശ്നമായി. കാരണം ഇത് രാജാവിന് വേറെ ഈ ഒരു എന്താ പറയുക കണ്ടു കിട്ടി വളർത്തുപുത്രനെ ഇനി ഭാവിയിൽ രാജാവാക്കോ രാജകുമാരനാക്കുമോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഭരണം കിട്ടൂലേ. അതുകൊണ്ട് ഈ കുട്ടിയോട് എല്ലാവർക്കും വിരോധമായി. രാജാവിന് മനസ്സിലായി കൊട്ടാരത്തിലുള്ള പലർക്കും ഈ കുട്ടിയോട് വിരോധമുണ്ട്, ഈ കുട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളായി അവർ. ആ സമയത്താണ് ഈ ഒരു അധികാരം കിട്ടേണ്ടുന്ന ഒരാളുടെ കുടുംബത്തിൽ നിന്നൊരു വാക്ക് വന്ന് രാജ്ഞിയോട് പറഞ്ഞത്. ഇപ്പം രാജ്ഞിയുടെ കുടുംബത്തിൽ രാജ്ഞിയുടെ സഹോദരൻ്റെ മകനെയാണ് ഇനി രാജാവാക്കേണ്ടത്. പക്ഷേ ഈ നിലക്ക് അയ്യപ്പൻ എന്ന പേരുള്ള ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നാൽ അധികാരം നാളെ അയ്യപ്പന് പോകുമോ എന്ന് ഭയന്ന രാജ്ഞി ഒരു ഉപായമെടുത്തു. തനിക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞു. ഈ സുഖമില്ല എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. നീ അങ്ങനെ പറഞ്ഞ് അഭിനയിച്ചിട്ടൊരു പരിഹാരമാർഗ്ഗമുണ്ട്. അങ്ങനെ ഭയങ്കര തലവേദന, ഭയങ്കര പ്രശ്നമാണ്. ഇതിന് മരുന്ന് ഇനി കിട്ടുന്നത് കാട്ടിൽ മാത്രമാണ്. കാട്ടിൽ എന്ത് മരുന്ന്? പുലിപ്പാൽ കൊണ്ടുവരണം എന്നാണ്. പുലിയുടെ പാല് ഒരു മനുഷ്യന് സാധ്യമാവുന്ന കാര്യമാണോ അത്? അങ്ങനെ ആര് പുലിപ്പാൽ കൊണ്ടുവരും? ഭടന്മാരൊക്കെ കാട്ടിൽ പോയി. എവിടെ നിന്ന് കിട്ടാനാണ്? പുലി ഓടിച്ച് വിട്ടു എന്നല്ലാതെ, അല്ലെങ്കിൽ ഒന്നുകിൽ പുലിയെ കൊന്നിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ജീവനുള്ള പുലിയുടെ പാല് കൊണ്ടുവരണ്ടേ. അങ്ങനെ ഒടുവിൽ പറഞ്ഞു ഈ അയ്യപ്പൻ പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം. ഈ കുട്ടി പറയാണ് ഞാൻ പൊയ്ക്കോളാം, ഞാൻ പോയിട്ട് കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് ഇവനെ പറഞ്ഞയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇത്രയും വലിയ ആളുകൾ പോലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യം എങ്ങനെയാണ് ഈ ബാലന് കഴിയുക? പക്ഷേ ഇതായിരുന്നു ഇവരെ തന്ത്രം. ഇവർ പറയുന്ന ബാലൻ പോട്ടെ, അവൻ്റെ കഴിവൊക്കെ അവൻ പ്രകടിപ്പിക്കട്ടെ. അങ്ങനെ ഒറ്റക്കാണ് ഈ പാവം ബാലൻ പോയത്. അന്ന് അവന് കൂട്ടുണ്ടായിരുന്ന ഒരാൾ ഈ വാവരാണ്. അങ്ങനെ രണ്ടുപേരും ചെന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഈ കുട്ടിയിൽ ഒരുപാട് ആത്മീയതയും ഒരുപാട് പ്രത്യേകതകളുടെ കുട്ടിയായിരുന്നു അയ്യപ്പൻ അവിടുന്ന് ഒരു പുലിയെ പിടിച്ചു കൊടുക്കുന്നതും പുലിയുടെ പാലെടുക്കാൻ സഹായിച്ചതൊക്കെ വാവരാണ്. എന്നിട്ട് ഒരു പുലിയെയും കൊണ്ട് പുലിപ്പുറത്ത് കയറിയിട്ടാണ് അയ്യപ്പൻ കൊട്ടാരത്തിലേക്ക് വരുന്നത്. കൊട്ടാരത്തിൽ വന്നിട്ട് പുലിപ്പാൽ കൊടുക്കുന്നു. അതോടുകൂടി കൊട്ടാരത്തിൽ ഭയങ്കര സീനായി. അവർക്ക് ശരിക്കും അസുഖമില്ല. ഈ കുട്ടീനെ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ടാണ് അയ്യപ്പനെ കാട്ടിലേക്ക് വിടുന്നത്. പക്ഷേ അയ്യപ്പനക്ക് മനസ്സിലായി തന്നെ പറ്റിക്കാൻ വേണ്ടി, തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ അസുഖം. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു പരിഭവങ്ങളുമില്ലായിരുന്നു ആ ബാലന്. അങ്ങനെ രാജാവിന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. രാജാവ് പറഞ്ഞു, പൊന്നുമോനോട് ക്ഷമിക്കണം, ഒരു പ്രശ്നവുമില്ല, എല്ലാ തെറ്റിദ്ധാരണകളും മാറി, ഇതൊക്കെ ഒരു കള്ളത്തരമുള്ള അസുഖമാണെന്നും തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കാട്ടിലേക്ക് പറഞ്ഞയച്ചതെന്നും, പക്ഷേ താൻ സുരക്ഷിതരായിട്ട് പുലിപ്പാലുമായിട്ട് വന്നു, ഇനി ഞാൻ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. അയ്യപ്പൻ കാട്ടിലേക്ക്, ഞാൻ എവിടെ നിന്ന് വന്നോ അവിടേക്ക് ഞാൻ പോവാണ്. ആ പാവം രാജാവായ അച്ഛൻ, ആ ഒരു വളർത്തച്ഛനക്ക് ഭയങ്കര സങ്കടമായി. ഇടയ്ക്കിടെ കാണാൻ വേണ്ടി വന്നതിന് മോൻ കൊട്ടാരത്തിലേക്ക് പോയെന്ന് പറഞ്ഞു. ഇല്ല, ഞാനിനി ആ മലമുകളിലായിരിക്കുന്നവൻ്റെ ആ ഒരു ശബരി മലയിലേക്ക് കയറുകയാണ്. അവിടെ കയറിയിട്ട് 18-ാം പടിക്ക് മുകളിൽ ഇനി എന്നെ കാണേണ്ടവർ ഇങ്ങോട്ട് വന്ന് കാണണം. ഇങ്ങോട്ട് വന്ന് കണ്ടാൽ മാത്രം പോരാ, 40 ദിവസത്തെ കഠിനമായ വ്രതം. ഭാര്യയുമായി ബന്ധം പാടില്ല, മാംസാദി ഭക്ഷണങ്ങൾ പാടില്ല, ആഗ്രഹങ്ങൾ പാടില്ല, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ നോക്കാൻ പാടില്ല. ഇങ്ങനെ കഠിനമായ ലൗകികമായ ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് വ്രതമെടുത്ത് ഒരുപാട് പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് ജപമന്ത്രങ്ങൾ ചൊല്ലി 40 ദിവസം കാത്തിരുന്ന് ചെല്ലൊരാൾക്ക് കാട്ടിൻ്റെ മുകളിൽ വന്ന് ആ 18-ാം പടി മുകളിൽ കയറിയാൽ മാത്രം എന്നെ ദർശിക്കാമെന്ന് പറഞ്ഞ് കാട്ടിനുള്ളിൽ മറഞ്ഞുപോയത്രേ. ഈ ഒരു യഥാർത്ഥ രീതിയിൽ വ്രതം അനുഷ്ഠിച്ചു പോകുന്ന ഒരാൾക്ക് അവിടെ ചെന്നാൽ കാണുക തത്വമസി എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുണ്ട് ദൈവികത എന്നുള്ളതാണ്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്നൊരു വാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. നിന്റെ മനസ്സിൽ നീ തിരിച്ചറിഞ്ഞാൽ റബ്ബിനെ നീ തിരിച്ചറിയുന്നു. അതിൻ്റെ മറ്റൊരു വാക്യമാണ്, സംസ്കൃത ശ്ലോകമാണ് തത്വമസി. നീ അന്വേഷിക്കുന്നത് ആരോ അത് നിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അയ്യപ്പൻ്റെ കഥയിൽ അയ്യപ്പനോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വാവര്. ഈ വാവരെ നിഷേധിക്കുന്നതിന് അറിയോ? മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ഐക്യവും അവർ തമ്മിലുള്ള കൊടുക്കലുകൾ വാങ്ങലുകളൊക്കെ ഇല്ലാതാക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ വരണം എന്ന് കരുതിയിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് ഇന്ന് ഈ വാവരുമായുള്ള കണക്ഷൻ ഇല്ലാതാക്കുന്നത്. ഒരു പലജാതി വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയാറുണ്ട്.
ദയവ് ചെയ്തിട്ട് ഇത്തരം കെണിയിൽ നമ്മുടെ ആളുകൾ വീഴരുത്. അവിടെ പേട്ട തുള്ളട്ടെ, ആളുകൾ അവിടെ വന്നിട്ട് കാണിക്ക കൊടുക്കട്ടെ. ഇതൊക്കെ ഒരു സ്നേഹത്തിൻ്റെയും ഒരു ആചാരത്തിൻ്റെയുമാണ്. ഏതായാലും ഈ ഒരു വാവരും തമ്മിലുള്ള അയ്യപ്പനും തമ്മിലുള്ള കഥയിൽ ഞാൻ പറയാത്ത വേറെ വല്ല സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും താഴെ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.